എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷിതയുടെയും മഹേഷിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ മഹേഷ് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് എല്ലാത്തിനും പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മറ്റാരുമല്ല നമ്മുടെ വിനോദാണ് എന്ന്. എന്തായാലും വിനോദിനെ ചേർത്ത് നിർത്താൻ തന്നെയാണ് മഹേഷിൻ്റെ തീരുമാനം. വിനോദ് ഇപ്പം മറിഞ്ഞാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ആ മറവിൽ തന്നെ ഇനി കുറച്ച് ദിവസം കൂടി നിൽക്കട്ടെ. അതിനുശേഷം വീട്ടുകാർക്ക് എല്ലാവർക്കും സർപ്രൈസായിട്ട് തന്നെ സ്നേഹിക്കുന്ന തൻ്റെ അനിയനെ അവൻ ഒരുപക്ഷെ ചെയ്ത തെറ്റുകളൊക്കെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. ആ ഒരു തെറ്റുകളുടെ ഒരു കുമ്പസാരമായിട്ട് തന്നെ ആയിരിക്കും, ഒരു പശ്ചാത്താപമായിട്ടായിരിക്കും തന്നെ ഇപ്പോഴും സംരക്ഷിച്ച് തന്നോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നത്. എന്തായാലും തൻ്റെ അനിയനെ ഇനി ചേർത്ത് നിർത്തേണ്ടവൻ തന്നെയാണ്, അങ്ങനെ മാറ്റി നിർത്തേണ്ടവനല്ല എന്ന് മനസ്സിലിങ്ങനെ ഓർക്കുക. അതിനു മുമ്പ് ചെയ്യേണ്ടത് അവിടെ ഹോസ്പിറ്റലിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിയിക്കുക. അങ്ങനെ ഡോക്ടർ ഇഷിതയെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം. പക്ഷേ ഇഷിതയെ വിളിച്ചു കഴിഞ്ഞാൽ അറിയാലോ എത്ര വലിയ ഇൻഫോർമറാണെന്ന് വിളിച്ചു കഴിഞ്ഞാലും മഹേഷിൻ്റെ ശബ്ദം ഇഷിതയ്ക്ക് തിരിച്ചറിയാനായി സാധിക്കും. അങ്ങനെ ഡോക്ടർ സക്കറിയാണ് വിളിക്കുന്നത്. ഡോക്ടർ സക്കറിയെ വിളിച്ച് ഗൈനക്കോളജിസ്റ്റ് സക്കറിയ എന്നല്ലേ പേര് മറന്നുപോയി. അപ്പോൾ എന്തായാലും പുള്ളിക്കാരനെ വിളിച്ചു. ഗൈനക്കോളജിസ്റ്റ് അല്ല, ന്യൂറോളജിസ്റ്റ് നമ്മുടെ അവളെ ചികിത്സിച്ചുകൊണ്ടിരുന്ന നേരത്തെ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇൻഫോം ചെയ്തുകൊണ്ടിരുന്ന ആ ഡോക്ടറെ വിളിച്ചിട്ട് കാര്യങ്ങളിങ്ങനെ പറയുകയാണ്. ആതിര എന്ന ആ പെൺകുട്ടി ഇന്ന് രാത്രി ഒരു അപകടം സംഭവിക്കും, നാളെ ഡിസ്ചാർജ് അല്ലേ അവളുടെ. അപ്പോൾ ഇന്ന് രാത്രി തന്നെ അവൾക്കൊരു അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്, എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നൊക്കെ പറയുകയാണ്. എന്തായാലും നമ്മുടെ മഹേഷ് അതിന് ശേഷം എന്ത് ചെയ്തു, ആ ഹോസ്പിറ്റലിൽ ഇനി അവിടെ എന്തൊക്കെ സംഭവിച്ചാലും അതാരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇതേ സമയം നമ്മുടെ ആതിരയെ നേരത്തെ തന്നെ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഡോക്ടർ തീരുമാനിച്ചു. അങ്ങനെ ഇഷിതയോട് പോയി കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതുപോലെ ഇൻഫോർമർ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അതുപോലെ ഒപ്പം തന്നെ ഇങ്ങനെ ആതിരയ്ക്ക് ഇന്ന് രാത്രി ഒരു അപകടം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ അപകടകാരി ആരായാലും ഇവിടുത്തെ CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കണ്ടെത്തണം അതാരാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ ആ ഇൻഫോർമർ തന്നെയാണോ വിവരം തന്നത്? അതെ, ആ ഇൻഫോർമർ തന്നെയാണ് വിവരം തന്നത്. അപ്പോഴേക്കും നമ്മുടെ ഇഷിതയുടെ മനസ്സിലുണ്ട്, അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മഹേഷ് ഇവിടെ എത്തും എന്നറിയാം. ഇഷിത പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും ആതിര കയറി വന്നു. ആതിര പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയി പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ ചില കാരണങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഇന്ന് രാത്രി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ അപകടപ്പെടുത്താനായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ അപകീർത്തിപ്പെടുത്താനായിട്ട് ചിലരൊക്കെ ശ്രമിക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അപ്പോൾ എന്തായാലും അതിനിവിടെ ഫുൾ റിക്കവർ ആയില്ലോ. അപ്പോൾ ഡോക്ടർ ഒരുപാട് നന്ദിയുണ്ട്, ഡോക്ടർ ശരിക്കും ദൈവത്തെ പോലെയാണ് ഞങ്ങൾക്ക് എന്നൊക്കെ ആതിര ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഡോക്ടർ ദൈവത്തെ പോലെയൊന്നും അല്ല, ദൈവം തന്നെയാണ് ദൈവം. ഒരു ഡോക്ടറിനെ പോലെ മാത്രമാണ്. ഒരു ഡോക്ടറിനെ പോലെ മാത്രമാകാനല്ല, ചേച്ചിയെ പോലെ, അമ്മയെ പോലെ, സഹോദരിയെ പോലെ ഒക്കെ ആകാനായിട്ട് സാധിക്കും. ഇപ്പം ഞാൻ ആതിരയുടെ ഒരു ചേച്ചിയാണെന്ന് കരുതിയാൽ മാത്രം മതി കേട്ടോ. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിക്കുക, എന്താവശ്യം ഉണ്ടെങ്കിലും. പിന്നെ അവന്മാരെ നമുക്ക് പിടിക്കണം, അറിയാലോ. എന്തായാലും ആദ്യം ആ വക്കീൽ കുപ്പായം ശരീരത്തിലേക്ക് കയറട്ടെ, എന്നിട്ട് നമുക്ക് ആ കേസ് കുത്തി പൊക്കണം കേട്ടോ എന്നൊക്കെ ഇഷിത പറയുകയാണ്. എന്തായാലും ഡോക്ടറുടെ സഹായം ഉണ്ടെങ്കിൽ എന്തിനും എനിക്കിപ്പോൾ ഒരു ധൈര്യമുണ്ട്. പണ്ടില്ലാതിരുന്നൊരു കോൺഫിഡൻസ് എൻ്റെ ഈ 2ാം ജന്മത്തിലുണ്ട്. അതെനിക്ക് ഡോക്ടർ തന്ന കോൺഫിഡൻസാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ആതിര യാത്രയാവുകയാണ്. അപ്പോഴും നമ്മുടെ ഇഷിതയുടെ ഇഷിതയുടെ മനസ്സിൽ മഹേഷാണ്. കാരണം മഹേഷ് ഇന്ന് രാത്രി ഇവിടെ എത്തുക തന്നെ ചെയ്യുമെന്നറിയാം. അങ്ങനെ ഇഷിത കാത്തു നിൽക്കുകയാണ്, മഹേഷ് വരും. അല്ലെങ്കിൽ മഹേഷ് എന്തായാലും ഇവിടെ അപകടപ്പെടുത്താനായിട്ട് വരുമല്ലോ, അപ്പോൾ അയാളെ പിടിക്കാനായിട്ട് മഹേഷ് വരും. അപ്പോൾ കറക്റ്റായിട്ടും അത് മഹേഷ് തന്നെയാണോ എന്ന് തനിക്കൊന്ന് തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ മഹേഷ് ആതിരയ്ക്ക് പകരം അവിടെ തലയിൽ മൂടി ഇങ്ങനെ കിടക്കുകയാണ്. ആ ഒരു സമയത്താണ് ആതിരയെ കൊല്ലാനായിട്ട് ഗുണ്ടകൾ പതുക്കെ അതിനകത്തേക്ക് കയറി വരുന്നത്. അപ്പോൾ അവർ പമ്മി വന്ന് ആതിരയുടെ കഴുത്തിന് പിടിക്കാനായിട്ട് ഇങ്ങനെ തുടങ്ങിയതാണ്. ആ പുതപ്പ് അങ്ങോട്ട് മാറ്റാൻ തുടങ്ങിയതും പെട്ടെന്ന് ഇവൻ ആ പുതപ്പ് അവരുടെ അയാളുടെ മേത്തേക്ക് അങ്ങോട്ട് എടുത്തിട്ടു. എന്നിട്ട് അയാളെ പരുവാക്കി. അതിനുശേഷം ഇതിന് പിന്നിൽ ആരാണ് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. ഇതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിന് പിന്നിൽ ആരാണെന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെയൊരു പണി തന്നതാണ്, ഞങ്ങളോട് ഇങ്ങനെയൊരു പണി ഏൽപ്പിച്ചതാണ്, ഇതിന് പിന്നിൽ ആരാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ അയാളിങ്ങനെ പറയുകയാണ്. എന്തായാലും അയാൾ വഴി കുറച്ച് ഗുണ്ടകളുടെ അരികിലേക്ക് ഇവൻ എത്തപ്പെടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാത്തു നിൽക്കുന്നത് ഈ ഗുണ്ട കൃത്യം ചെയ്തത് വന്ന് കാണാൻ വേണ്ടിയിട്ടാണ്.
അതായത് ഈ കൊണ്ട് ആതിരയെ കൊന്നിട്ട് വരുമ്പോഴേക്കും സഹായിയായിട്ട് കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരവിടെ പുറത്തിങ്ങനെ കാത്തു നിൽക്കുകയാണ്. അവർക്ക് മുന്നിലേക്കാണ് മഹേഷ് ഇവനെയും കൊണ്ട് ചെല്ലുന്നത്. അപ്പോൾ ഇവനെ ഉപദ്രവിച്ചു എന്ന് കണ്ടത് മഹേഷിനെ ഉപദ്രവിക്കാനായിട്ട് എല്ലാവരും കൂടിയിട്ട് തുടങ്ങുകയാണ്. അങ്ങനെ മഹേഷിനെ ഇടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ കുറച്ചു നേരം മഹേഷ് അവിടെ പിടിച്ചു നിന്നു ഇവർക്ക് മുന്നിൽ. പക്ഷേ മഹേഷിനത് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വന്നപ്പോഴേക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന മറ്റൊരാളുണ്ട്, നമ്മുടെ വിനോദ് ഇതൊക്കെ കണ്ട് മാറി ഇങ്ങനെ നിൽക്കുമായിരുന്നു. തൻ്റെ ഏട്ടനെ മറ്റുള്ളവർ തല്ലി ചതയ്ക്കുന്ന ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ വിനോദിന് കണ്ടു നിൽക്കാനും ആയില്ല. വിനോദ് നേരെ ഇടപെട്ടു കേട്ടോ. മുഖമൊക്കെ ഒരു മാസ്ക് വെച്ച് മറച്ച് വിനോദ് വന്ന് ഇവന്മാരെയൊക്കെ തല്ലി ഓടിക്കുകയാണ് ചെയ്തത്. ഇവന്മാരെയൊക്കെ തല്ലി ഓടിച്ച് മഹേഷ് രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാകുന്നതിന് മുമ്പ് ഇയാളും അവിടെ നിന്ന് വിനോദും അവിടെ നിന്ന് അങ്ങ് പോവാണ്. മഹേഷിന് മനസ്സിലായില്ല കേട്ടോ. പെട്ടെന്ന് പല സമയത്തും വിനോദിൻ്റെ കണ്ണിലേക്കായി ഇടിച്ച് രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നതിനിടയിലൊക്കെ കണ്ണുകളിലേക്ക് മഹേഷ് നോക്കുന്നുണ്ട്. മഹേഷിന് മനസ്സിലായി തൻ്റെ അനുജൻ വിനോദല്ലേ അത് എന്ന് മഹേഷിന് മനസ്സിലായി. അപ്പോൾ തൻ്റെ ബോഡി ഗാർഡായിട്ട് എപ്പോഴും കൂടെയുണ്ട്, തനിക്കിനി പേടിക്കാനൊന്നുമില്ല. ഒരാളെയും പേടിക്കാനില്ല. ഡോക്ടർ ഇഷിതയും തൻ്റെ കൂടപ്പുറപ്പും തന്നോടൊപ്പം ഉള്ളപ്പോൾ ഒരുത്തനെയും ഇനി ഈ മഹേഷിനെ പേടിക്കേണ്ടതില്ല എന്ന് തന്നെ മഹേഷിന് മനസ്സിലാവുകയാണ്. ഒന്നവിടെ നിൽക്കുമെന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട്. പക്ഷേ വിനോദ് നിന്നില്ല. വിനോദ് അവിടെ നിന്ന് പോവുക. മഹേഷ് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ വിനോദിനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ ആകാശും രജനിയും കൂടി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാര വിഷയം മറ്റൊന്നുമല്ല, ആദിയുടെ പിറന്നാളാഘോഷമാണ്. ആദിയെ സന്തോഷിപ്പിക്കുക എന്നാണ് ആകാശിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ലക്ഷ്യം. കാരണം ആദിയെ സന്തോഷിപ്പിച്ചാൽ മാത്രമേ ആദി മഹേഷിനെതിരെ പ്രവർത്തിക്കുകയുള്ളൂ. നമ്മളോടൊപ്പം നിന്ന് ആദി മഹേഷിനെതിരെ പ്രവർത്തിക്കണമെങ്കിൽ ആദി എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്ന് ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോനെ അത്രയ്ക്ക് ഇഷ്ടമാണോ ആകാശിന് എന്ന് രജനി ഇങ്ങനെ ചോദിക്കുകയാണ്. നിന്നെ ഇഷ്ടമല്ലേ? അപ്പോൾ പിന്നെ നിൻ്റെ മോനെ ഇഷ്ടമല്ലേ? നിന്നോടുള്ള എൻ്റെ സ്നേഹം അത് എത്രത്തോളമാണെന്ന് നിനക്കറിയില്ലേ? അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന ഒന്നാണോ? അതിരുകളില്ലാത്തതല്ലേ എനിക്ക് നിന്നോടുള്ള സ്നേഹം? അതുപോലെയാണ് നിൻ്റെ മോനോടും. എൻ്റെ മകനാണവൻ, അങ്ങനെയല്ലേ ഞാൻ കാണുന്നത്? അതെ ആകാശ്, അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഇതിനൊക്കെ ഞാൻ എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. അതെന്താ ഡാർലിംഗ്, നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളതാണോ നമ്മുടെ ബന്ധം എന്നൊക്കെ ആകാശ് ചോദിക്കുക. അപ്പോൾ രചന പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല. ഈ കുഞ്ഞിനെ സ്വന്തം മകനെ പോലെ കാണാനുള്ള ആ മനസ്സ് ആകാശിന് മാത്രമേ ഉണ്ടാകൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും ആ രചന ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ആകാശ്. അപ്പോഴേക്കും ആദി വന്നു കഴിഞ്ഞപ്പോഴേക്കും ആകാശും രചനയും കൂടി പറഞ്ഞു, മോൻ്റെ പിറന്നാൾ ആഘോഷിക്കാനുള്ള ഒരു പദ്ധതിയിലാണ്. എന്താ മോന് ഇഷ്ടാവുമോ? സന്തോഷമാവുമോ? പിന്നില്ലേ, എങ്ങനെ പാർട്ടി? എവിടെ വെച്ച പാർട്ടി? അപ്പോൾ വലിയൊരു ഗംഭീര പാർട്ടിയാണ്, വലിയ ഗസ്റ്റുകളൊക്കെ വരും എന്നൊക്കെ കൊച്ചിനോട് ഇങ്ങനെ പറയും കേട്ടോ. അത് ഞാൻ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആദി ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. മോന് അന്ന് അങ്കിളൊരു വലിയ സർപ്രൈസ് ഗിഫ്റ്റും തരുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചു, അതെന്താ ഗിഫ്റ്റ്? അത് സർപ്രൈസ് അല്ലേ? അപ്പോഴേക്കും അങ്കിളിൻ്റെ മോനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് മോന് മനസ്സിലായോ എന്ന് രചന ഇങ്ങനെ ചോദിക്കുക. അതെനിക്കറിയാലോ, അങ്കിളിന് എന്നെ ഒത്തിരി ഇഷ്ടമാണ് എന്ന്. അല്ല, ഗസ്റ്റുകളൊക്കെ വരുമെന്ന് പറഞ്ഞു. എൻ്റെ ഡാഡി വരുമോ എന്ന് കൊച്ചിങ്ങനെ ചോദിച്ചപ്പോഴേക്കും ആകാശ് ചോദിച്ചു, എന്താ മോന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? മോൻ്റെ ബർത്ത്ഡേക്ക് മോൻ്റെ ഡാഡി വരണമെന്ന്? ഉണ്ട്, എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. എൻ്റെ ഡാഡി എൻ്റെ ബർത്ത്ഡേക്ക് ഉണ്ടാവണം. അപ്പോൾ രജനി ചോദിച്ചു, എന്താ മോനെ ഈ പറയുന്നത്? മോന് ഇനിയും അയാളെ മനസ്സിലായില്ലേ? എനിക്ക് അയാളെ മനസ്സിലായി. അയാൾ കാണണം. എൻ്റെ പണ്ടൊക്കെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത് എങ്ങനെയാണെന്ന് അമ്മ ഓർക്കുന്നുണ്ടോ? വെറും ഒരു കേക്ക് മുറിച്ചിട്ടാണ് എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചത്. ആ ബർത്ത്ഡേ ആഘോഷമല്ല യഥാർത്ഥ ആഘോഷമെന്ന് ഡാഡിക്ക് കാണിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ എങ്ങനെയാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നത്, എൻ്റെ അമ്മ എങ്ങനെയാണ് എന്നെ നോക്കുന്നത്, അങ്കിൾ എങ്ങനെയാണ് എന്നെ നോക്കുന്നത് എന്നൊക്കെ അയാൾ കാണണ്ടേ? അയാൾ കണ്ട് സങ്കടപ്പെടണം. അയാൾക്കിതൊന്നും ചെയ്തു തരാൻ സാധിക്കുന്നില്ലല്ലോ എന്നുള്ള കുറ്റബോധത്തോടു കൂടി എന്നൊക്കെ ആദ്യം പറഞ്ഞ് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മോനെ ഏറ്റു എന്ന് പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെ കൊച്ചവിടെ നിന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ആകാശ് ഇങ്ങനെ ചോദിക്കുക. അപ്പം രചന പറഞ്ഞു, പൊളി, എന്തായാലും അയാൾ സങ്കടപ്പെടണം, അയാളുടെ മനസ്സ് നീറണം. അപ്പോൾ ആകാശ് പറഞ്ഞു, അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹം, അയാളുടെ മനസ്സ് നീറണം. ഇതേ സമയം പെട്ടെന്ന് ഒരു കോള് വരികയാണ്. വിളിച്ചത് വിനോദാണ്. എന്താ വിനോദ് വിളിച്ചത്? അത് കുറച്ച് ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട് എന്നൊക്കെ വിനോദ് ഇങ്ങനെ പറയാം. എന്ത് പ്രശ്നം? നമ്മുടെ ആൾക്കാരൊക്കെ പറഞ്ഞതുപോലെ തന്നെ ആതിരയെ ഇല്ലാണ്ടാക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ആതിര ഉണ്ടായിരുന്നില്ല. അതെന്താ? ഇന്ന് നാളെ ഡിസ്ചാർജ് ആകുന്നല്ലേ പറഞ്ഞത്? അതെ, പക്ഷേ എങ്ങനെയോ അവർ വിവരം പറഞ്ഞു, നേരത്തെ തന്നെ അവർ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്
എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആകാശ് അതെങ്ങനെ, നമുക്കല്ലാതെ മറ്റാർക്കും ആ വിവരം അറിയില്ലായിരുന്നല്ലോ. എന്തായാലും അവർ ഇനി വിവരം അറിഞ്ഞിട്ടാണോ അല്ലയോ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. മാത്രമല്ല ചിലരൊക്കെ അവിടെ നമ്മുടെ ഗുണ്ടകളെ കാണുകയും ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനില്ല, നമ്മളാണ് എന്ന് ആരോടും പറയണ്ട, അവന്മാരെ രക്ഷപ്പെടുത്താനുള്ള വഴി ഞാൻ നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ് വിനോദ്. എന്നിട്ട് ഇതിപ്പോൾ എങ്ങനെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ആകാശ് അപ്പം രചന പറഞ്ഞു, അതെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. എന്താ അത്? വിനോദിനെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരാളാണോ? ഈ വിനോദ് എന്ന് പറയുന്നത് എന്താണ്? രാഷ്ട്രീയക്കാരനാണേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രാഷ്ട്രീയക്കാരെ അങ്ങനെ കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ലെന്നാണല്ലോ. അല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രം അറിയാവുന്നൊരു കാര്യം, പുറത്ത് ഇങ്ങനൊരു അവർ രക്ഷപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും എന്തോ കളി ഇതിനിടയ്ക്ക് നടന്നിട്ടില്ലേ? എന്തായാലും എന്നെ ചതിക്കുന്നവന്മാരെ ഒന്നും അങ്ങനെ ഞാൻ വെറുതെ വിടില്ല എന്ന് തന്നെയാണ് ആകാശം മനസ്സിൽ ഉറപ്പിക്കുന്നത്. പക്ഷെ വിനോദ് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. അവൻ അത്രക്കാരനല്ല. മാത്രമല്ല മന്ത്രിയോട് വലിയ താല്പര്യമൊന്നും ഉള്ള ആളല്ല എന്നിങ്ങനെ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, അവനോടൊപ്പം നിൽക്കുന്ന അവൻ്റെ ലീഡറിനോട് അവന് താല്പര്യമില്ല എങ്കിൽ തീർച്ചയായിട്ടും കൂടെ നിൽക്കുന്ന ആകാശിനോട് താല്പര്യം ഉണ്ടാവുമോ? അതൊന്ന് ആലോചിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളങ്ങ് പോവുകയാണ്, നമ്മുടെ രചന അങ്ങ് പോവുകയാണ്. പിന്നെ അവൾ കാത്തു നിൽക്കുക കേട്ടോ, ഇഷിത മഹേഷിനെ കാത്തു നിൽക്കുക. മഹേഷ് വരുന്നതും കാത്ത്, മഹേഷ് എന്തായാലും വന്നിരിക്കുന്നത് അവളെ ആതിരെ രക്ഷപ്പെടുത്തിയിട്ടാണെന്ന് അറിയാമല്ലോ. മാത്രമല്ല ഒരു സൂപ്പർ ഹീറോ ആയിട്ടാണ് ഈ മഹേഷ് വരുന്നത് എന്നും ഇഷിതയുടെ മനസ്സിലും ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ തന്നെയാണ് മഹേഷ്. അങ്ങനെ മഹേഷ് വന്നു. പക്ഷേ മഹേഷിന് നല്ല മേലുവേദനയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞു കേട്ടോ ഇഷിത. അപ്പോഴേക്കും എന്ത് പറ്റി മേലുവേദനയൊക്കെ? ഭയങ്കര ഉഗ്രം ജോലിയാണോ ഇന്ന് ചെയ്തത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവൾ ടോം ആൻഡ് ജെറി കളിയാക്കലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും വേദന കൊണ്ട് പൊളയുന്ന അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് നല്ലൊരു കൂട്ടുകാരിയായിട്ട് തന്നെ കൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. സി യു. ഓക്കെ, താങ്ക് യു.